Dear students of the first BCom and first BBA classes, I am Sukumaran Master. In your subject Business Methodology and Management Concept, there is an important topic titled Motivation. It is very important from your examination point of view. Today, I give a class on that topic. The notes of this topic have been sent to you in advance. Hope that all of you have received it. Firstly, you hear the class and then go through the notes carefully for easy understanding. In this topic, we have to see what is motivation, definition of motivation, theories of motivation, tools of motivation, etc. As this topic is somewhat lengthy, it is given through 2 or 3 classes. I invite your attention to the class. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ബിസിനസ് മെത്തഡോളജി ആൻഡ് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് എന്ന വിഷയത്തിൽ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് മോട്ടിവേഷൻ. പരീക്ഷാ വ്യൂ പോയിൻ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൻ്റെ നോട്ട്സ് വളരെ മുമ്പേ നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ട്. ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നതിന് ആദ്യം ക്ലാസ് കേൾക്കുക, പിന്നീട് ആ നോട്ട്സ് സശ്രദ്ധം വായിക്കുക. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകളെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്താണ്, നേച്ചർ ഓഫ് മോട്ടിവേഷൻ, ഡെഫിനിഷൻ ഓഫ് മോട്ടിവേഷൻ, തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഈ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൂൾസ് ഓഫ് മോട്ടിവേഷൻ എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണേണ്ടത്. പിന്നെ ഇത് ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്യേണ്ടതായതുകൊണ്ട് ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരാനാവില്ല. അതുകൊണ്ട് 2 or 3 ക്ലാസ്സുകളായിട്ട് ആയിരിക്കും നമ്മൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് തരിക. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ട് വി ക്യാൻ സ്റ്റാർട്ട്. വാട്ട് ഈസ് മോട്ടിവേഷൻ? എവരി ഓർഗനൈസേഷൻ ഹാസ് എ ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് ടു ബി അക്കംപ്ലിഷ്ഡ്. ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റേതായ ഒരു ലക്ഷ്യം കൈവരിക്കേണ്ടതായിട്ടുണ്ട്. Therefore we say every organization, every business organization is a purposive creation. അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷനും കൈവരിക്കപ്പെടേണ്ടതായ പ്രത്യേക ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടായിരിക്കുന്നതാണ്. What is this objective? As far as a business firm is concerned, it wants to produce certain goods and services and supply them to the society or the customers and make the profit therefrom. This will be the objective. സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സമൂഹത്തിന് അല്ലെ ഉപഭോക്താക്കൾക്ക് വേണ്ടുന്ന ചില സാധനങ്ങളോ സേവനങ്ങളോ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. In order to accomplish this objective, there will be a management in an organization. The management takes all efforts to accomplish this objective with the help of the workers or the employees working in the organization. ഏതൊരു ഓർഗനൈസേഷനിലും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഒരു മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ മാനേജ്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഈ ലക്ഷ്യം കൈവരിക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ദ മാനേജ്മെൻറ്റ് wants to create an environment in the organization for the accomplishment of the objective. അതായത് മാനേജ്മെൻറ്റ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് പറ്റിയ ഒരു അന്തരീക്ഷം, ഒരു ക്ലൈമറ്റ് ആ ഓർഗനൈസേഷനിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതായത് ഏതൊരു ഓർഗനൈസേഷനിലും വി നോ ദർ ആർ 2 types ഓഫ് പീപ്പിൾ. ദേ ആർ ദ മാനേജേഴ്സ് ആൻഡ് ദ മാനേജ്ഡ്. 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് മാനേജേഴ്സും മറ്റൊന്ന് മാനേജ്ഡുമാണ്. ഹു ഈസ് ദ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹു ആർ ദ മാനേജേഴ്സ്? മാനേജേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഹു ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ് എക്സെട്ര ടു ദ വർക്കേഴ്സ് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല മാനേജേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിലൂടെ വർക്കേഴ്സിലൂടെ ഈ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയ ഒരു അന്തരീക്ഷം മാനേജ്മെൻറ്റ് അവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി എവരി ഓർഗനൈസേഷൻ ഈസ്
എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഫോർ ദ ഒബ്ജക്റ്റീവ്. ഏതൊരു ഓർഗനൈസേഷനിലും ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മാനേജേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സും എല്ലാവരും ചേർന്ന് ഒരു കൂട്ടം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ദ മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു ഡെവലപ്പ് ദാറ്റ് ഗ്രൂപ്പ് എഫേർട്സ് ആസ് എ പാർട്ട് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് ആൻ എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് ഈ ആൾക്കാരെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നൊരു അന്തരീക്ഷത്തിലല്ല, ഇവിടെ ഗ്രൂപ്പായിട്ട്, കൂട്ടമായിട്ടാണ് ആൾക്കാർ ഈ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എഫേർട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഈ പറഞ്ഞ ഗ്രൂപ്പ് എഫേർട്സിലൂടെ ഈ പറഞ്ഞ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ദ മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു പെർഫോം സെർട്ടൻ ഫങ്ഷൻസ്. ദറ്റ് ഈസ്, ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ് ത്രൂ ദ ഗ്രൂപ്പ് എഫേർട്സ്, ദ മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു പെർഫോം സെർട്ടൻ ഫങ്ഷൻസ്. യു നോ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. Which are the functions of management? First one is planning, then organizing, then staffing, then directing, then controlling. These are the important functions of the management. That is planning, organizing, staffing, directing and controlling. What is planning? Planning is nothing but deciding in advance the future course of activities. That is deciding in advance what to do, when to do, how to do, etc. പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭാവിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇന്നേ തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആര് ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കുക, അല്ല അതനുസരിച്ചുള്ളൊരു ആസൂത്രണം നിർവഹിക്കുക എന്നുള്ളതാണ്. ആഫ്റ്റർ ഹാവിങ് പെർഫോംഡ് ദ പ്ലാനിങ് ഫങ്ഷൻ, then comes organizing. പ്ലാനിങ് ഫങ്ഷൻ കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്ന ഓർഗനൈസിങ് ആണ്. വാട്ട് ഈസ് ഓർഗനൈസിങ്? ഓർഗനൈസിങ് ഈസ് നത്തിങ് ബട്ട് അസംബ്ലിങ് ദ റിക്വയർഡ് റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ക്രിയേറ്റിംഗ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ, ക്രിയേറ്റിംഗ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എക്സെട്ര. ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് സമാഹരിക്കുക, അതേപോലെ തന്നെ അവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ളൊരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുക, പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഡിവിഷനുകളും ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തിന് അനുയോജിച്ച രീതിയിൽ ഉള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഘടന കെട്ടിപ്പടുക്കുക എന്നൊക്കെയാണ്. ഇതാണ് ഓർഗനൈസിങ്. ദെൻ വാട്ട് ഈസ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് ഈസ് നത്തിങ് ബട്ട് ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് പൊസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ്. സ്റ്റാഫിനെ കണ്ടെത്തുക എന്നാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് തസ്തികകളിൽ ഒരുപാട് ജോലിക്കാരെ നമുക്ക് ആവശ്യമായിട്ടുണ്ടാവും, പല ജോബ് പൊസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പൊസിഷനിലേക്കും നമ്മൾ ആ പൊസിഷനിലേക്ക് അർഹിക്കുന്ന യോഗ്യതയുള്ള ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റിനെ നമുക്ക് വേണ്ടുന്ന സമയത്ത് കണ്ടെത്തി അപ്പോയിൻ്റ് ചെയ്യുക അല്ലെ നിയമിക്കുക എന്നതാണ് സ്റ്റാഫിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അത്ര ഡീറ്റെയിൽഡായിട്ട് നമുക്കിവിടെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു മനസ്സിലാക്കലിന് വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഫങ്ഷനാണ് ഡയറക്റ്റിംഗ് ഓർ ഡയറക്ഷൻ. വാട്ട് ഈസ് ഡയറക്ഷൻ? മാർഗനിർദ്ദേശം കൊടുക്കുക. വേണ്ടുന്ന മുന്നോട്ട് വർക്കേഴ്സിന് ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ച് ലക്ഷ്യം നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും അതുപോലെ ഓർഡേഴ്സും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങളും അല്ല മാനേജ്മെൻറ്റിൻ്റെ ഓർഡേഴ്സും ഒക്കെ കൃത്യമായിട്ട് സബോർഡിനേറ്റ്സ് പാലിക്കപ്പെടുന്നുണ്ടെന്നും അതിലൂടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെന്നും ഉറപ്പാക്കുന്ന ഫംഗ്ഷനാണ് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ ഫംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് ഗിവിങ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡൻസ് to the subordinates or to the workers for the realization of the objective of the organization. This function is very important from our viewpoint. Before that, I just say what is controlling. Controlling is nothing but seeing whether the actual performance of the organization is in accordance with the planned performance.
and after that see whether there is any deviation in the actual performance from the planned performance with a view to take necessary corrective actions. കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യം, അതനുസരിച്ചായിരിക്കും വർക്കേഴ്സിനോട് വർക്ക് ആക്ച്വലായിട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. അപ്പോൾ ആക്ച്വലായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നതിനിടയിൽ മാനേജ്മെൻറ്റ് ഈ ആക്ച്വലായിട്ട് വർക്കേഴ്സ് ചെയ്യുന്ന വർക്ക് പ്ലാനിൽ പറഞ്ഞതുപോലെ തന്നെയാണോ മുന്നോട്ട് പുരോഗമിക്കുന്നത് അതോ ഇല്ലയോ എന്ന് വിലയിരുത്തലാണ്. അങ്ങനെ വിലയിരുത്തുന്ന പക്ഷം ഈ ആക്ച്വലായിട്ട് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാനിൽ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ, വ്യതിയാനമുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അതിലൂടെ ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് കൈക്കൊള്ളാനും മാനേജ്മെൻറ്റിന് ഉപകരിക്കും എന്നുള്ളതാണ്. അതിന് പറയുന്ന പേരാണ് കൺട്രോളിങ്. അപ്പോൾ കൺട്രോളിങ് ഈസ് ഡിസൈഡിങ് വെദർ the actual happenings or actual performance of the organization is done in accordance with the planned performance, and then see whether there is any deviation between the two. ഈ പ്ലാൻഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും വ്യതിയാനം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ if there is any deviation, the management will take necessary corrective action. That is called as controlling. But our topic is motivation. Where this topic comes or under which function it comes. ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മോട്ടിവേഷനാണ്. അത് ഏത് ഫംഗ്ഷന് കീഴിലാണ് വരിക, ഇവിടെ ഏത് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് മോട്ടിവേഷൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് മോട്ടിവേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഡയറക്റ്റിംഗ് ഓർ ഡയറക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്. ഡയറക്ഷൻ ഫംഗ്ഷൻ്റെ ഭാഗമാണ് മോട്ടിവേഷൻ. അതായത് ടു മേക്ക് ദ ഡയറക്ഷൻ ഇഫക്റ്റീവ് ദർ ആർ 3 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ്. ഡയറക്ഷൻ ഫംഗ്ഷൻ കാര്യക്ഷമമാവണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് 3 കാര്യങ്ങൾ, 3 എലമെൻറ്റ്സ് അവിടെ ഒത്തൊരുമിച്ച് അവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് ഒരേ സമയം. ഈ 3 കാര്യങ്ങൾ ഒരേ സമയം നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന, എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്ന ഡയറക്ഷൻ ഫംഗ്ഷൻ വളരെ കാര്യക്ഷമമായി മാറും എന്നാണ് പറയുന്നത്. ദോസ് 3 എലമെൻറ്റ്സ് ആർ മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ഡയറക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 എലമെൻറ്റ്സുകളാണ്, ഒന്ന് മോട്ടിവേഷൻ, മറ്റൊന്ന് ലീഡർഷിപ്പ്, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമ്മൾ മോട്ടിവേഷനെ കുറിച്ചാണ് ഇപ്പോൾ ആധികാരികമായിട്ട് പറയുക. ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സും നോട്ട്സും നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ തരുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മോട്ടിവേഷനെ കുറിച്ചുള്ള ക്ലാസ്സാണ്, ബാക്കി നിങ്ങൾക്ക് പുറകെ കിട്ടുന്നതാണ്. സോ വി enter into the topic motivation. See, once again I repeat, where motivation comes, motivation എവിടെയാണ് വരുന്നത്? പറയുന്നത് അണ്ടർ ഡയറക്ഷൻ ഫംഗ്ഷൻ. ഡയറക്ഷൻ ഫംഗ്ഷനിലാണ്. വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഒക്കെ കൊടുക്കുമ്പോൾ അത് കാര്യക്ഷമമാക്കാൻ വേണ്ടി ആ ഡയറക്ഷൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എലമെൻ്റാണ് മോട്ടിവേഷൻ. അതുപോലെ ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും മറ്റ് 2 എലമെൻറ്റുകളാണ്. സോ നൗ വി ക്യാൻ സീ വാട്ട് ഈസ് മോട്ടിവേഷൻ. See, initially we can say motivation is one of the aspects of directing function. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഒരു ഭാഗമാണ്, ഒരു എലമെൻ്റാണ് എന്ന് നമുക്ക് പറയാം. ആക്ച്വലി വാട്ട് ഈസ് മോട്ടിവേഷൻ? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ടേം മോട്ടിവേഷൻ ഹാസ് ബീൻ ഡെറൈവ്ഡ് ഫ്രം ദ ടേം മൊവീർ. മോട്ടിവേഷൻ എന്നുള്ള പദം, അല്ലെ മോട്ടിവേഷൻ എന്താണ് എന്നറിയണമെങ്കിൽ ഈ മോട്ടിവേഷൻ എവിടെ നിന്നാണ് ഈ ഒരു പദം ഉത്ഭവിച്ചതെന്നും അതിനുശേഷം അതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ടേം മോട്ടിവേഷൻ ഹാസ് ബീൻ ഡെറൈവ്ഡ് ഫ്രം ദ ടേം മൊവീർ. മൊവീർ, MOVER. മൊവീർ മീൻസ് മോട്ടീവ്. മൊവീറിൻ്റെ മീനിങ് മോട്ടീവ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറൈസസ്, വാട്ട് ഈസ് മോട്ടീവ്? മോട്ടീവ് ഈസ് നത്തിങ് ബട്ട് എ നീഡ്. മോട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീഡ് എന്നാണ്, അല്ലെങ്കിൽ വാണ്ട്, അല്ലെ ഡിസയർ, അല്ലെ യോൺ, അല്ലെ യാക്ക്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇതിൻ്റെ എല്ലാം മീനിങ് ആവശ്യം, ആഗ്രഹം എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് എ നീഡ്. അപ്പോൾ വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, മോട്ടിവേഷൻ ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ടേം മൊവീർ. മൊവീർ മീൻസ് മോട്ടീവ്. Motive means need or want. Got it? Then we have to see what is a need or what is a want. That we have to see.
എ നീഡ് ഈസ് ദ ലാക്ക്നെസ് ഓഫ് സംതിങ്. നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തോ ഒന്നിൻ്റെ അഭാവം അനുഭവപ്പെടുമ്പോഴാണ് അത് നീഡായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഡോണ്ട് ഹാവ് എ ഹൗസ്, നമുക്കൊരു വീടില്ലാതിരിക്കുന്നൊരവസ്ഥയിൽ ദെൻ വി വാണ്ട് എ ഹൗസ്, ദെൻ ദ ഹൗസ് വിൽ ബിക്കം ദ നീഡ്. നമുക്ക് വീടില്ലാതിരിക്കുന്ന അവസ്ഥയിൽ വീട് നമുക്കൊരാവശ്യമായി വരും. അപ്പോൾ ആ വീട് നമുക്കില്ല, ആ ഇല്ലാത്തൊരവസ്ഥയാണ് നീഡ്. അപ്പോൾ വീട് നമുക്കൊരാവശ്യമായി വരികയാണ്. അതുപോലെ തന്നെ ഇഫ് വി ഡോണ്ട് ഹാവ് എ മോട്ടോർ ബൈക്ക്, ദെൻ വി ഹാവ് ദ നീഡ് ഓഫ് എ മോട്ടോർ ബൈക്ക്. നമുക്ക് മോട്ടോർ ബൈക്ക് ഇല്ലാത്തൊരു സമയത്ത് അതൊരു നീഡായിട്ട് വരും. കാരണം നമുക്കതില്ല, ഇതിൻ്റെ അഭാവം നമ്മൾ ഫേസ് ചെയ്യുന്നു, അതുകൊണ്ട് അതൊരു നീഡാണ്. ഇങ്ങനെ നോക്കിയാൽ എവരി മാൻ ഹാസ് എ നമ്പർ ഓഫ് നീഡ്സ് ഓർ വാണ്ട്സ്. ഓരോ ആൾക്കാർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്നുള്ളതാണ്. കാരണം ആഗ്രഹങ്ങളിൽ ആവശ്യങ്ങൾ ദാറ്റ് കംസ് വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെവർ എൻഡിങ്, അതിനൊരിക്കലും അവസാനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാറുണ്ട് മാൻ ഈസ് എ വാണ്ടിങ് ആനിമൽ. മനുഷ്യൻ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന, അല്ല ഒരു കൂട്ടം, ഒരു ബണ്ടിൽ ആഗ്രഹങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്, തെറ്റില്ല. അപ്പോൾ ഒരാളുടെ മനസ്സിൽ ഒരു നീഡ് ഉരുത്തിരിഞ്ഞ് വന്നാൽ, ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ദെൻ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് തിങ്? ആവശ്യം വന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് വെൻ എ നീഡ് arises in the mind of a person, that will lead to certain actions or certain efforts or certain drives. ഒരാഗ്രഹം മനസ്സിൽ തോന്നിയാൽ അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട് നമുക്കില്ല എങ്കിൽ ആ വീട് എങ്ങനെയും ഒരു വീട് നമുക്കാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ആവശ്യം നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക്, ആ വീടെന്ന് പറയുന്ന ആവശ്യം പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നീഡ് വിൽ ലീഡ് ടു ആക്ഷൻ. എങ്ങനെ? ഉദാഹരണത്തിന് വീടില്ലെങ്കിൽ ആ വീട് വെക്കണം. അപ്പോൾ ആദ്യമുള്ള സ്ഥലം കണ്ടെത്തണം, അതിന് വേണ്ടുന്ന ആക്ഷനിലേക്ക് നമ്മൾ ഏർപ്പെടും, അല്ല ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിനോട് വേണ്ടുന്ന എഫേർട്സ്, പ്രയത്നം നമ്മൾ കൈക്കൊള്ളുന്നുള്ളതാണ്. എങ്ങനെ? ആദ്യം സ്ഥലം വാങ്ങും, പിന്നെ വീട് വെക്കാൻ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വെക്കും, ഇല്ല ബാങ്കിൽ നിന്ന് ഒരു ലോണൊക്കെ എടുത്തിട്ട് ആ രീതിയിൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്യും. അങ്ങനെ കഠിന പ്രയത്നത്തിലൂടെ എങ്ങനെയെങ്കിലും ഒരു വീട് നമ്മൾ നിർമ്മിച്ചതിന് ശേഷം അതിനുള്ളിൽ കയറി ഒരു ഗൃഹപ്രവേശമൊക്കെ കഴിഞ്ഞ് താമസമൊക്കെ ആക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് പറയുന്നത് നീഡ് വിൽ ലീഡ് ടു ആക്ഷൻ. ഒരാഗ്രഹം മനസ്സിൽ തോന്നിയാൽ ആ ആഗ്രഹം നമ്മളെ അതിൻ്റെ ആഗ്രഹം നേടിയെടുക്കുന്നതിനുള്ള ആക്ഷൻസിലേക്ക് നമ്മളെ നയിക്കും, പ്രയത്നത്തിലേക്ക് നയിക്കും, അല്ലെ ബിഹേവിയറിലേക്ക് നയിക്കും, അല്ലെ എഫേർട്സ് പ്രയത്നത്തിലേക്ക് നയിക്കും, അല്ലെ ഡ്രൈവിലേക്ക് നയിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആക്ഷൻ ഫലപ്രദമായാൽ ആ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ആഗ്രഹം നേടിയെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തിയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ വിശേഷത്തിന് പറയുന്ന പേരാണ് മോട്ടിവേഷൻ. അപ്പോൾ വെൻ എ നീഡ് ഈസ് ഫെൽറ്റ് ദാറ്റ് വിൽ ലീഡ് ടു ആക്ഷൻ, ദാറ്റ് ആക്ഷൻ വിൽ ലീഡ് ടു സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു പ്രക്രിയയുണ്ട്. നീഡ്, ആ നീഡിൽ നിന്ന് ആക്ഷനിലേക്ക്, ആക്ഷനിലൂടെ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക, അല്ല ആവശ്യം നേടിയെടുക്കുക, അതിലൂടെ സംതൃപ്തി നേടിയെടുക്കുന്ന ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. അതിൽ നമുക്ക് ആ ആഗ്രഹം പൂർത്തീകരിച്ച് അതിലൂടെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ പേഴ്സൺ, ആ വ്യക്തി മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ എൻഡ് ഓഫ് മോട്ടിവേഷൻ എന്നാണ്. സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ അത് മോട്ടിവേഷൻ്റെ അവസാനമായി. ഇതാണ്. അപ്പോൾ നീഡിൽ നിന്നാണ് മോട്ടിവേഷൻ്റെ ആരംഭം. ഇതുപോലെ സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടി വാങ്ങണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ ഉടനെ അതിൻ്റെ എഫേർട്സിലേക്ക് നടക്കും, അല്ലെ ആക്ഷനിലേക്ക് നടക്കും. ഒന്നുകിൽ അച്ഛനോട് പൈസ ചോദിക്കും, അല്ലെങ്കിൽ ചേട്ടനോട് ചോദിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളോട് ചോദിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ചെറിയ ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് ആ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി വാങ്ങിച്ച് അതിലൂടെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ നീഡ് ആക്ഷനിലേക്ക് നയിച്ചു, ആക്ഷൻ സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വിശേഷമാണ് മോട്ടിവേഷൻ. അതുകൊണ്ട് പിന്നെ ഒരു വ്യക്തി മോട്ടിവേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മൊത്തത്തിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ആവശ്യം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മാനസികമായിട്ടാണ് കിട്ടുന്ന സംതൃപ്തി എങ്കിലും, മാനസികമായിട്ട് കിട്ടുന്ന സംതൃപ്തി ആണത്.
പക്ഷെ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിനെയോ അല്ലെ തലയെയോ കയ്യെയോ കാലിനെയോ മാത്രമല്ല ബാധിക്കുക. ദാറ്റ് വിൽ അഫക്റ്റ് ദ എൻറ്റയർ പേഴ്സൺ. അത് ആ വ്യക്തിയെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതാണ് മോട്ടിവേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നിങ്ങളൊരു ബൈക്ക് വാങ്ങിച്ചു, ആ ബൈക്ക് വാങ്ങിച്ച് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അതിൽ കയറി യാത്ര ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ല ബാധിക്കും. ദാറ്റ് വിൽ അഫക്റ്റ് ദ ടോട്ടൽ പേഴ്സൺ. ആ വ്യക്തിയുടെ മൊത്തം ആ വ്യക്തിയെ അത് ബാധിക്കും എന്നുള്ളതാണ്. അതാണ് പറയുന്നത് മോട്ടിവേഷൻ വിൽ അഫക്റ്റ് എ പേഴ്സൺ ഇൻ ടോട്ടൽ, നോട്ട് ഇൻ പാർട്ട്. ഒരു ഭാഗത്തെ അല്ല, ഒരു മൊത്തം വ്യക്തിയെയാണ് മോട്ടിവേഷൻ ബാധിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം നീഡ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ എ പേഴ്സൺ വിത്ത് എ വ്യൂ ടു മോട്ടിവേറ്റ്. നീഡ് ഫുൾഫിൽ ചെയ്യുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മോട്ടിവേഷൻ സ്റ്റാർട്ട്സ് ഫ്രം നീഡ്. മോട്ടിവേഷൻ ഉരുത്തിരിഞ്ഞ് വരുന്ന അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നീഡാണ്. കാരണം നീഡ് മനസ്സിൽ കയറുമ്പോഴാണ് അത് ആക്ഷനിലേക്ക് നയിക്കുക. ആക്ഷൻ ഫുൾഫിൽ ചെയ്ത് അതിലൂടെ നമ്മൾ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നേടിയെടുക്കുക. ആ ഒരു അവസ്ഥ വിശേഷമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ദ ടൈം മോട്ടിവേഷൻ ഹാസ് ബീൻ ഡെറൈവ്ഡ് ഫ്രം ദ ടൈം മുവീർ, അല്ലെങ്കിൽ നീഡ്, വാണ്ട് എന്നിൽ നിന്നാണ്. വെൻ ദാറ്റ് നീഡ് ഈസ് ഫുൾഫിൽഡ് ദാറ്റ് വിൽ ലീഡ് ടു മോട്ടിവേഷൻ എന്നാണ്. ഇനി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് മോട്ടിവേറ്റഡ്, ഇപ്പോൾ ഒരു ആൾ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വെച്ചാൽ ഇഫ് എ പേഴ്സൺ കുഡ് നോട്ട് ഫുൾഫിൽ ഹിസ് നീഡ്സ് വാട്ട് വിൽ ഹാപ്പൻ? ഒരു വ്യക്തിക്ക് അയാളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാലോ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങണം എന്ന് ആഗ്രഹം വന്നു, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ആരോട് ചോദിച്ചിട്ടും പൈസ, അച്ഛൻ പറയുന്നത് ബൈക്ക് വേണ്ട, ചേട്ടനും പറയുന്നത് എൻ്റെ പൈസയില്ല, ബന്ധുക്കളും പറയുന്നത് അങ്ങനെ, ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു സംതൃപ്തി കിട്ടാതെ വരികയാണ്. ഈ ഒരു അവസ്ഥയിൽ യു വിൽ ബി ഡിസാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ യു വിൽ ബി ഡീമോട്ടിവേറ്റഡ്. നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെ ഡിസാറ്റിസ്ഫൈഡ് ആവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴേ ഒരു കാര്യം ഉയർന്നു വരുന്നത് നമുക്കിവിടെ ഉരുത്തിരിഞ്ഞ നമ്മുടെ വ്യക്തി ജീവിതവും മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഹൗ ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ, ആൾക്കാരെ, എംപ്ലോയീസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെ ലക്ഷ്യം കൈവരിക്കലും അതിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസും ഒക്കെയാണ്. അതുകൊണ്ട് ദെൻ എ ക്വസ്റ്റ്യൻ അറൈസസ്, ഹൗ ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ദർ ഓൾസോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ മാനേജ്മെൻറ്റ് ക്യാൻ ഫുൾഫിൽ the needs of the people working in the organization with a view to motivate them. മാനേജ്മെൻറ്റിന് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക, അതിലൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ സംതൃപ്തരായിരിക്കും, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടവരാണ്. സോ ദേ ആർ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആൻഡ് ദെയർഫോർ സച്ച് പീപ്പിൾ ക്യാൻ കോൺട്രിബ്യൂട്ട് മാക്സിമം towards the accomplishment of the objective of the organization. Therefore, it is said that the motivated workforce of the organization can contribute maximum to the achievement of the objective of the organization. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കപ്പെട്ട ഒരു വർക്ക് ഫോഴ്സാണ് നമുക്കുള്ളതെങ്കിൽ ആ വർക്ക് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഏത് വർക്കും ചെയ്യാൻ തൽപരരായിരിക്കും. അതിലൂടെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവരാൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദ പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് മാക്സിമം ടുവേർഡ്സ് ദ റിയലൈസേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇനി ഈ വർക്ക് ഫോഴ്സ് എല്ലാവരും മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ മാക്സിമം ഔട്ട്പുട്ട്, ഒരു ഓർഗനൈസേഷന് മാക്സിമം പ്രൊഡക്ഷൻ, മാക്സിമം സെയിൽസ്, മാക്സിമം പ്രോഫിറ്റ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് ഈ വർക്ക് ഫോഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുകയാണെങ്കിലോ ദേ ആർ ഡിസാറ്റിസ്ഫൈഡ്, ദേ ആർ ഡീമോട്ടിവേറ്റഡ്. എന്ന് വെച്ചാൽ ദേ ആർ നെഗറ്റീവ്ലി മോട്ടിവേറ്റഡ്. അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെട്ടവരാണ്, അല്ലെ നെഗറ്റീവ്ലി മോട്ടിവേറ്റഡ് ആണ്, അല്ലെ ഡിസാറ്റിസ്ഫൈഡ് പീപ്പിൾ ആണെന്ന് പറയാം. ദേ വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. അവർ നിരാശ പോകേണ്ട ഒരു വർക്ക് ഫോഴ്സ് ആയിരിക്കും. ദേ വോണ്ട് ബി ഇൻട്രസ്റ്റഡ് ടു ഡു ദ വർക്ക്. അവർ ഈ വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക?
അതായത് they cannot contribute maximum towards the realization of the objective of the organization. അതുകൊണ്ട് അവർക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഓർഗനൈസറിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഔട്ട്പുട്ട്, ദാറ്റ് വിൽ റെഡ്യൂസ് ദ പ്രോഫിറ്റ്. അത് നമുക്ക് ഉൽപ്പാദനം നടത്തുന്ന സമയത്ത് ഈ വർക്കേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ, അവരിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, അവരുടെ അധ്വാനം, അവരുടെ വർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധിയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ദാറ്റ് വിൽ ലീഡ് ടു ദ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ആൻഡ് ദ റിഡക്ഷൻ ഇൻ പ്രോഫിറ്റ്. അത് ഔട്ട്പുട്ട് കുറയാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് കുറയാനും കാരണമാകും. എന്നുവെച്ചാൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റാതെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് മോട്ടിവേഷൻ്റെ പ്രസക്തി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് മോട്ടിവേഷൻ കംസ് ആസ് എ പാർട്ട് ഓഫ് ഡയറക്ഷൻ ഫങ്ഷൻ. That means when the workers are given directions and instructions by the management, and if such a workforce are motivated or if their needs are fully satisfied, they will be ready to do any work for the organization, and therefore they can contribute maximum towards the realization of the objective of the organization. And therefore I told you that motivation comes as a part of directing function. This is an introduction about directing function and the motivation as a part of that. Now we have to see what is the meaning and the definition of motivation. Meaning and the definition of motivation. See, meaning that you have received already. That is, motivation is nothing but pushing or inducing the workers towards the attainment of the objective. Simply we can define so, or we can say so. വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. മോട്ടിവേഷൻ ഈസ് പുഷിങ്, തള്ളിവിടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുക, അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങോട്ട്? ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് പുഷ് ചെയ്യുക, അല്ലെ എങ്ങനെ തള്ളിവിടുക, അല്ലെ എങ്ങനെ പ്രേരിപ്പിക്കുക? സിമ്പിൾ. ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് നിൽക്കുന്ന വർക്കേഴ്സ് ആണെങ്കിൽ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും കൊടുത്തുകൊണ്ട് ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരാ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മാക്സിമം അവരാലാവുന്ന രീതിയിൽ പണിയെടുക്കും, അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണ് പറയുക മോട്ടിവേഷൻ ഈസ് പുഷിങ്, അല്ലേ, ദ എംപ്ലോയീസ് ഓർ ദ വർക്കേഴ്സ് ടുവേർഡ്സ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്, ഓർ ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഇൻഡ്യൂസ്മെൻറ്റ് ദറ്റ് ഈസ് ഗിവൺ ടു ദ വർക്കേഴ്സ് ടു വർക്ക് ആൻഡ് ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് പറയുന്നു മോട്ടിവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ആൻ എനി ഓർഗനൈസേഷൻ with a view to accomplish the objective of the organization. Then we can see how we can define that motivation. ഈ മോട്ടിവേഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്, നിർവചിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ നീഡ് which directs the behavior for achieving the goal or incentive. See, this definition clearly say what we have seen so far. നമ്മൾ ഇതുവരെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെ ഈ 2-3 വരി നിർവചനത്തിൽ ഒതുക്കി പറഞ്ഞിരിക്കുകയാണ്. സി, മോട്ടിവേഷൻ ഈസ് എ പ്രോസസ്. മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രക്രിയയാണ്. അതെവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക? ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് സ്റ്റാർട്ട്സ് ഫ്രം എ നീഡ്. കാരണം ആഗ്രഹങ്ങളുള്ള മനസ്സുകളുണ്ടാവും, എംപ്ലോയീസിൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അത് നമുക്ക് കഴിയുന്നത്ര അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തീകരിക്കുക വഴി അവരെ ലക്ഷ്യത്തിലേക്ക് തള്ളിവിടുക ആണ്. മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ നീഡ് വിച്ച് ഡയറക്ട്സ് ദ ബിഹേവിയർ ഫോർ അച്ചീവിങ് ദ ഗോൾ. അത് ഒരാഗ്രഹം മനസ്സിൽ കൂടി കയറി കഴിഞ്ഞാൽ അത് അവരുടെ പ്രവർത്തനത്തെ, അവരുടെ ബിഹേവിയറിനെ, അവരുടെ ആക്ഷനെ അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നീഡ് ഇഫ് കംസ് ഇൻ ദ മൈൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ആക്ഷൻ, and that action will lead to the attainment of that objective or that need, and that will provide satisfaction. I told you just before. വരും പറഞ്ഞതാണ്, motivation is a process starts from a need which directs the action or behavior for achieving the goal or incentive എന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ കൊടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ നിർവചനം അതാണ്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ എ പേഴ്സൺ that drives his behavior towards some goal. It is a state in a person. എന്താ സ്റ്റേറ്റ്? ഒരു മാനസികാവസ്ഥയാണ്.
ആഗ്രഹങ്ങൾ തോന്നുന്ന മനസ്സിലാണ്. ആ ആഗ്രഹങ്ങൾ തോന്നുന്ന സമയത്ത് അതെങ്ങനെയെങ്കിലും പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവന് മനസ്സിന് കിട്ടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്, അല്ലേ? ആ സംതൃപ്തി ആണ് ശരിക്കും മോട്ടിവേഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഒരാഗ്രഹം മനസ്സിൽ തോന്നുക, ആ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഡ്രൈവ്സ് അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ അതിലേക്ക്, അല്ലെങ്കിൽ ആ നീഡ് ഫുൾഫിൽ ചെയ്യുന്നതിലേക്ക് അവനെ നയിക്കും എന്നാണ് പറയുന്നത്. അത് ലക്ഷ്യം നേടിയെടുക്കാൻ ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയാണെന്നൊക്കെ പറയാൻ പറ്റും. ദാറ്റ് ഡ്രൈവ്സ്, ദാറ്റ് കൺട്രോൾസ്, അല്ലെങ്കിൽ ദാറ്റ് ഡയറക്ട്സ് ഹിസ് ബിഹേവിയർ. അതവൻ്റെ ആക്ഷനെ, അവൻ്റെ ബിഹേവിയറിനെ, അവൻ്റെ പ്രയത്നത്തെ ആ ലക്ഷ്യം അല്ലെ ആഗ്രഹം നേടിയെടുക്കത്തക്ക രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതാണ് മോട്ടിവേഷൻ. അതാണ് മോട്ടിവേഷൻ ഈസ് എ സ്റ്റേറ്റ് ഇൻ എ പേഴ്സൺ ദാറ്റ് ഡ്രൈവ്സ് ഹിസ് ബിഹേവിയർ ടുവേർഡ്സ് സം ഗോൾ. Got it? Then, therefore, again we can say that motivation starts from the need. Only through fulfilling the needs of a person it is possible to motivate that person. These are the simple and ordinary definitions given for the term motivation. But now we can see certain acceptable definitions given by certain experts or certain competent persons or authority. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇതുവരെ പറഞ്ഞത് മോട്ടിവേഷൻ്റെ ഒരു സാധാരണ നിർവചനമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ചില ഈ എക്സ്പേർട്ടായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാകും ഈ മേഖലയിലൊക്കെ. അപ്പോൾ അവർ കോട്ട് ചെയ്ത, അവർ ഉദ്ധരിച്ചിട്ടുള്ള ചില നിർവചനങ്ങളുണ്ടാവും, അല്ല ചില കോമ്പിറ്റൻ്റ് അതോറിറ്റീസ് ഉണ്ടാവും, അവർ കൊടുത്തിരിക്കുന്ന നിർവചനം ഉണ്ടാവും. അത് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസാണ്, പരക്കെ അംഗീകരിക്കപ്പെട്ട ഡെഫിനിഷൻസാണ്. വി ക്യാൻ സീ സം സച്ച് ഡെഫിനിഷൻസ്. അങ്ങനെയുള്ള കുറച്ച് നിർവചനം കൂടെ നോക്കാം. 1 or 2 definition, that is enough. First of all, there is a definition for motivation given by Dubin, an expert in management. ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്യൂബിൻ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനമാണ്. He says that motivation is the complex of forces starting and keeping a person at work in an organization. നോക്കൂ, ഒരുപാട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്സ്, സങ്കീർണമാണ്. എന്തുകൊണ്ടാണ് ഈ സങ്കീർണത വരുന്നത്? അതായത് ഒരാളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് അയാളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള കാര്യമാണ്. ആ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അത് പൂർത്തീകരിച്ചു കൊടുത്ത് അവരെ ലക്ഷ്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥാവിശേഷമാണ് മോട്ടിവേഷൻ ശരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മോട്ടിവേഷൻ ഈസ് ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ്. സങ്കീർണമായിട്ടുള്ള കുറേ ഫോഴ്സസ് അടങ്ങിയ ഒരു അവസ്ഥാവിശേഷമാണ് മോട്ടിവേഷൻ. പറയുന്നു, അതായത് മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ. അത് ഒരു വ്യക്തിയെ ആ ഓർഗനൈസേഷനിൽ വരാനും ജോലിയിൽ പ്രവേശിക്കാനും ആ ജോലിയിൽ പ്രവർത്തന ആരംഭം കുറിക്കാനും തുടർന്ന് ആ ഓർഗനൈസേഷനിൽ തുടരാനും ആ വ്യക്തിയെ നിലനിർത്തിക്കൊണ്ട് പോകാനും സഹായിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്നാണ് ഈ പറഞ്ഞ ഡ്യൂബിൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ, ഇപ്പോൾ നാളെ നിങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടുകാർ നിങ്ങൾക്ക് പണമൊക്കെ ചിലവാക്കി പഠിപ്പിക്കാൻ വിടുകയാണ്. അതും ഒരു മോട്ടിവേഷൻ്റെ ഭാഗമാണ്. വ്യക്തിപരമായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നാളെ പഠിച്ച് ഒരു നല്ല നിലയിലെത്തി നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തി ആ ജോലിയൊക്കെ കിട്ടും, അതിൽ നിന്നൊരു സംതൃപ്തി നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു മോട്ടിവേഷൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നാളെ ഇതൊക്കെ പാസ്സായി കഴിഞ്ഞ് ഒരു BCom കഴിഞ്ഞ് നല്ല മാർക്കോടെ പാസ്സായി MCom ഒക്കെ കഴിഞ്ഞ് അല്ലെ MBA ഒക്കെ കഴിഞ്ഞ് അല്ലെ CA ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ജോബിലേക്ക് കയറുന്നു എന്ന് വെച്ചുള്ള ഒരു ഓർഗനൈസേഷനിൽ. അപ്പം യു സീ, വെൻ യു ജോയിൻ ഇൻ ആർ ഓർഗനൈസേഷൻ യു ഹാവ് സർട്ടൻ പേഴ്സണൽ നീഡ്സ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ ലക്ഷ്യങ്ങളുണ്ട്, വ്യക്തിപരമായ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിലേക്ക് ജോലി കയറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ട്, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ. അതെന്താ? അതായത് മാന്യമായ ഒരു ജോലി കിട്ടുക, അതിനാണ് ഈ ഓർഗനൈസേഷനിൽ ചേർന്നിട്ടുണ്ടാവുക. പിന്നെ ജോലിയും വരുമാനവും ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കും. അതുകൊണ്ട് ജീവിതം സെക്യൂർ ആക്കുക, ഒരു നല്ല ഉയർന്ന ശമ്പളം, ഒരു 5 അക്ക ശമ്പളം കൈപ്പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരിക്കും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ സമൂഹത്തിലൊരു സ്റ്റാറ്റസ്, മറ്റുള്ളവരുടെ ഇടയിൽ അയാൾ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഇന്ന കമ്പനിയുടെ മാനേജറാന്നൊക്കെയുള്ളൊരു സോഷ്യലി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളൊരു അംഗീകാരം നേടിയെടുക്കുക. അങ്ങനെ ലീഡിങ് എ ബെറ്റർ ഫാമിലി ലൈഫ്, അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കുക. ഇങ്ങനെയൊക്കെ കുറേ ഇൻഡിവിജ്വൽ ഗോൾസുമായിട്ടാണ് നിങ്ങൾ ഈ ജോലിക്ക് ഒരു സ്ഥാപനത്തിൽ കയറുന്നത്.
പക്ഷേ ഓർഗനൈസേഷന് അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. അതായത് ടു പ്രൊഡ്യൂസ് സംതിങ്, അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് certain ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സപ്ലൈ ദ സെയിം ടു ദ സൊസൈറ്റി ആൻഡ് മേക്ക് ദ പ്രോഫിറ്റ് ദർ ഫ്രം. അതാണ് ഓർഗനൈസേഷൻ്റെ ആവശ്യം. അപ്പോൾ ഇവിടെ ജോലിക്ക് വരുന്ന എംപ്ലോയീസിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഓർഗനൈസേഷൻ്റെ ആഗ്രഹങ്ങളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യമുണ്ട്, വ്യത്യാസമുണ്ട്. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. Organization has its own goal, that is nothing but to produce certain goods and services and make a profit therefrom. That is the objective of the organization. But the objective of the persons who are working in the organization, or the needs of the persons who are working in the organization, are entirely different. They may like to get a permanent job and become secure in life, getting attractive salary and getting social status and leading a better family life. That may be your individual goal. അപ്പോൾ ഈ വ്യക്തി താല്പര്യം വെച്ചുകൊണ്ട് ഈ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ഗോൾസ് എന്താണോ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ, അത് കുറേയൊക്കെ പൂർത്തീകരിച്ച് തരിക. പൂർത്തീകരിച്ച് തന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ടാണ് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക വഴി അതിലൂടെ ലക്ഷ്യത്തിലേക്ക് തള്ളിവിടുന്നൊരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഡ്യൂബിൻ അങ്ങനെ നിർവചിക്കുന്നത്. മോട്ടിവേഷൻ ഈസ് ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. അത്ര സങ്കീർണ്ണമല്ല മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള, അത്ര ഒരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമില്ല. എന്താ കാര്യം എന്നറിയോ? അതായത് ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ മേ ബി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വർക്കിംഗ് ദർ. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു 500 പേര് ജോലി ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ഓൾ ദീസ് 500 പേഴ്സൺസ് ഹാവ് ദിയർ ഓൺ നീഡ്സ്. 500 പേർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും. പിന്നെ മറ്റൊരു പ്രത്യേകത, ദ നീഡ് ഓഫ് വൺ പേഴ്സൺ മേ ബി ഡിഫറെൻറ്റ് ഫ്രം ദ നീഡ് ഓഫ് അനദർ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ആഗ്രഹം മറ്റൊരു വ്യക്തിയുടെ ആഗ്രഹത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അതായത് പരമാവധി ഓരോ വർഷം കഴിയുന്തോറും ശമ്പള വർധനവൊക്കെ കിട്ടി പരമാവധി സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവുക എന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ശമ്പള വർധനവ് എപ്പോഴും കിട്ടുക. എന്നാൽ മറ്റൊരു വർക്കർ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ശമ്പളമോ വരുമാനമോ അല്ലേക്ക് താല്പര്യം, കൂടുതൽ പവർ കിട്ടുക, കൂടുതൽ അധികാരമുള്ള ജോലിയിൽ എത്തിച്ചേരുക, കാരണം മറ്റുള്ളവരെക്കാൾ മുമ്പിൽ ഉയർന്നൊരു പൊസിഷനിൽ എത്തിച്ചേരുക, പ്രൊമോഷനൊക്കെ വാങ്ങിച്ച് ഒരു ഉന്നതമായ പൊസിഷനിലെത്തുക. അതായിരിക്കും അയാളുടെ ആഗ്രഹം. ഇതുപോലെ 500 പേരുണ്ടെങ്കിൽ 500 പേരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇത് മനസ്സിലാക്കണം മാനേജ്മെൻറ്റ്. അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ മനസ്സ് അറിയാൻ പറ്റണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മീൻസ് ദ മാനേജ്മെൻറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ മൈൻഡ്, ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ്. ആഫ്റ്റർ ഹാവിങ് ഐഡൻറ്റിഫൈഡ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ, ദ മാനേജ്മെൻറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് സച്ച് പീപ്പിൾ വിത്ത് എ വ്യൂ ടു ഗൈഡ് ദം ടുവേർഡ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. സോ ദറ്റ് ഈസ് നോട്ട് സോ ഈസി. അതുകൊണ്ട് പലപ്പോഴും ഉണ്ടല്ലോ, there arises a question, how to motivate a person. ഒരാളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ പറയുന്നു, that can be answered only by the persons who have knowledge in the minds of a person or needs of a person. ഒരാളുടെ മനസ്സറിയുന്ന ആൾക്കാർക്ക്, അല്ലെ ഒരാളുടെ ആവശ്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പറയുന്ന അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പലപ്പോഴും ഹൗ ടു മോട്ടിവേറ്റ് എ പേഴ്സൺ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ് കൈകാര്യം ചെയ്യുന്ന, അല്ല അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരാണ് കൃത്യമായിട്ട് ഇവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാമെന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ തിയറീസ് ഓഫ് മോട്ടിവേഷനിലൂടെ ഇനി പഠിക്കാമെന്ന്. ഹൗ ടു മോട്ടിവേറ്റ് എ പേഴ്സൺ. അത് ഓരോ ആൾക്കാരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. അതിനെയാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുക. അപ്പോൾ ആ തിയറീസ് ഓഫ് മോട്ടിവേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദ പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ടഡ് ദ തിയറീസ് വേർ ഐദർ സൈക്കോളജിസ്റ്റ് ഓർ സോഷ്യോളജിസ്റ്റ് ഓർ ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് എക്സെട്ര. മോട്ടിവേഷൻ്റെ സിദ്ധാന്തങ്ങൾ, തിയറീസ്, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു, തൊഴിലാളികളെയൊക്കെ മനസ്സും അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന മനഃശാസ്ത്രജ്ഞന്മാരായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ആൻസർ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യുന്ന, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഈ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, അതാണ് സോഷ്യൽ സയൻറ്റിസ്റ്റ്, അല്ലേ? അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻറ്റിസ്റ്റ്, ഹ്യൂമൻ ബീയിങ്സും അവരുടെ നീഡ്സും അവരുടെ ബിഹേവിയറിനെ ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന
ബിഹേവിയറൽ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമേ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ പറ്റൂ. അപ്പോൾ ഡ്യൂബിൻ്റെ കാഴ്ചപ്പാട് വളരെ എലാബറേറ്റ് ആയിട്ട് പറയാണ്. മോട്ടിവേഷൻ ഈസ് ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക, ആഗ്രഹങ്ങൾ മനസ്സ് പൂർത്തീകരിച്ച് ആ വ്യക്തിയെ എത്ര കാലം വേണോ അത്രയും കാലം ഓർഗനൈസ് നിലനിർത്തി കൊണ്ടുപോവുക. ഇനി ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇന്ന് ജോലിക്ക് വന്നോ നാളെ ചിലപ്പോൾ ഓർഗനൈസേഷൻ വിട്ടുപോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് അവനെ ഈ ഓർഗനൈസേഷൻ നിലനിർത്തി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിർവചനം നിങ്ങൾക്ക് ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതാണ് മോട്ടിവേഷൻ്റെ നിർവചനത്തിൽ ഡ്യൂബിൻ പറയുന്നത് ഇതാണ്. ഇനി ഇതേപോലെ മറ്റൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് എൻസൈക്ലോപീഡിയ ഓഫ് മാനേജ്മെൻറ്റാണ്. അതിൽ പറയുന്നു മോട്ടിവേഷൻ റെഫേഴ്സ് ഇറ്റ് ടു ദ ഡിഗ്രി ഓഫ് റെഡിനെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു പർസ്യൂ സം ഡെസിഗ്നേറ്റഡ് ഗോൾ ആൻഡ് ഇംപ്ലൈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ നേച്ചർ ആൻഡ് ദ ഫോക്കസ് ഓഫ് ദ ഫോഴ്സസ് ഇൻക്ലൂഡിങ് ദ ഡിഗ്രി ഓഫ് റെഡിനെസ്. കുറച്ച് വളച്ചു തിരിച്ച് പറഞ്ഞ കാര്യം ഇതൊക്കെ തന്നെ. മോട്ടിവേഷൻ refers it to the degree of readiness of an organization to pursue some predetermined goal, designated goal. ഏതൊരു ഓർഗനൈസേഷനും മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റേതായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സദാ സജ്ജമായിരിക്കും ഒരു ഓർഗനൈസേഷൻ. ആ സദാ സജ്ജമായി ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷന് ആ ലക്ഷ്യം കൈവരിക്കത്തക്ക രീതിയിൽ അതിന് ആവശ്യമായിട്ടുള്ള ഫോഴ്സസും ഫാക്ടേഴ്സും ഒരു ഓർഗനൈസേഷനിലുണ്ടാവും. ആ ഫാക്ടേഴ്സിനെയും ഫോഴ്സസിനെയും ഈ ലക്ഷ്യം കൈവരിക്കാൻ റെഡിയാക്കി നിർത്തണം, സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ സജ്ജമാക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. ആ സജ്ജമാക്കി നിർത്തുക അല്ലെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. അതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുക. കണ്ടോ, മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെഡിനെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു പർസ്യൂ സം ഡെസിഗ്നേറ്റഡ് ഗോൾ. ഏതൊരു ഓർഗനൈസേഷനും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കൈവരിക്കേണ്ടതായിട്ടുള്ളൊരു ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അവർ ഡിറ്റർമിൻ ചെയ്യുകയാണ് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ഫോഴ്സസ്. അത് പ്രധാനമായിട്ടും നമുക്ക് പലതരം റിസോഴ്സസ് വേണം. മെൻ, മെറ്റീരിയൽസ്, മണി, മെഷീനറി ഒക്കെ വേണം. അതിൽ ജീവനുള്ള ഒറ്റ റിസോഴ്സ് ഹ്യൂമൻ ബീയിങ്സാണ്. ബാക്കി മെറ്റീരിയലിനോ മണിയോ മെഷീനറിക്കോ ഒന്നും ജീവനില്ലാത്തതാണ്. ആ പറയുന്ന ഫോഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്ക് ഫോഴ്സാണ്. അവരെ എങ്ങനെ റെഡിയാക്കി ഈ ലക്ഷ്യത്തിലേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, ആ റെഡിയാക്കി എടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മോട്ടിവേഷൻ. അതുകൊണ്ട് എൻസൈക്ലോപീഡിയ ഓഫ് മാനേജ്മെൻറ്റ് says that motivation refers it to the degree of readiness of an organization to pursue means continue, തുടരുക, കണ്ടിന്യൂ ചെയ്യുക, ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെയാണ്. pursue some designated goal and implies the determination of the nature and focus of the forces including the degree of the readiness. ചുരുക്കി പറഞ്ഞാൽ motivation is the process of pushing the people working in the organization towards the objective. ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ആ ലക്ഷ്യത്തിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് നമ്മൾ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സാരം. ലക്ഷ്യം പൂർത്തീകരിച്ച് മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് തള്ളിവിടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറൈസസ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മോട്ടിവേഷൻ ഈസ് ഓഫ് 2 types. 2 തരത്തിലാണ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. ദേ ആർ പോസിറ്റീവ് മോട്ടിവേഷൻ ആൻഡ് നെഗറ്റീവ് മോട്ടിവേഷൻ. 2 types of motivation, positive motivation and negative motivation. Then a question arises, how to motivate persons positively, or what is positive motivation? Positive motivation is a method of motivation by offering certain rewards. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും റിവാർഡ്സും മറ്റും ഓഫർ ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് പോസിറ്റീവ് മോട്ടിവേഷൻ. അപ്പോൾ എന്താ ഈ റിവാർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മേ ബി ഇൻ 2 forms, ഐദർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഓർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്നാണ് പറയാം. എന്താ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്? അതായത് ഗിവിങ് certain incentives or rewards in the form of money. പണം ഉപയോഗിച്ച് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വർക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റിവാർഡ്സ് ഓഫർ ചെയ്യലാണ്. അതെന്താ ഈ പണത്തിൻ്റെ രൂപത്തിൽ? മേ ബി ഇൻക്രീസ് ഇൻ സാലറി ഓർ വേജസ്, നിങ്ങളുടെ ശമ്പളമോ വേതനമോ ഒക്കെ കൂട്ടിത്തരിക. അതുപോലെ തന്നെ അത് പണമായിട്ടായിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ വെൻ ദ കമ്പനി മേക്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്
എ പാർട്ട് ഓഫ് ദാറ്റ് പ്രോഫിറ്റ് മേ ബി ഗിവൺ ടു ദ വർക്കേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബോണസ്. കമ്പനിക്ക് വലിയ ലാഭമൊക്കെ കിട്ടുമ്പോൾ ലാഭത്തിൻ്റെ ഒരു വിഹിതം തൊഴിലാളികൾക്ക് പണമായിട്ട് കൊടുക്കുക, അതാണ് ബോണസ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ശമ്പള വർധനവ്, അതുപോലെ തന്നെ ബോണസ് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല അച്ചീവ്മെൻ്റൊക്കെ കൈവരിക്കുന്ന ആൾക്കാർക്ക് ക്യാഷ് റിവാർഡ്സ് കൊടുക്കുക, എന്തെങ്കിലും അവാർഡൊക്കെ പണത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ പണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പണം കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ ഫിനാൻഷ്യലായിട്ടും ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, പണമായിട്ടല്ല. ഇൻ ദ ഫോം ഓഫ് കൈൻഡ് ഓർ ഇൻ നോൺ മോണിറ്ററി ഫോം പീപ്പിൾ ക്യാൻ ബി മോട്ടിവേറ്റഡ്. പണത്തിൻ്റെ രൂപത്തിലല്ലാതെയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അതും അവരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കുക. ഇപ്പോൾ സെയിൽസ് ഓഫീസറായിരുന്ന ഒരാൾ സെയിൽസ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, അതായത് സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ്, അതയാളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക, അതായത് ഇഫ് എ പർട്ടിക്കുലർ വർക്കർ അക്കംപ്ലിഷസ് സർട്ടൻ ഒബ്ജക്റ്റീവ് ദേ ഷുഡ് ബി, അല്ലെങ്കിൽ ഹി ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് മൊമെൻറ്റോയും കാര്യങ്ങളും റിവാർഡൊക്കെ തന്നിട്ട്, അല്ല അവാർഡൊക്കെ തന്നിട്ട് ആ ക്ലാസ്സിന് മുമ്പിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ ഞങ്ങൾ പ്രശംസിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു മോട്ടിവേഷനാണ് ഞങ്ങൾ തരുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ഓർഗനൈസേഷനിൽ നല്ല അച്ചീവ്മെൻ്റൊക്കെ കാഴ്ചവെക്കുന്ന തൊഴിലാളികളെ മാനേജ്മെൻ്റ് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചേർത്ത് ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് അഭിനന്ദിക്കുക, അല്ല അംഗീകരിക്കുക, അല്ല മുക്തകണ്ഠം പ്രശംസിക്കുക, അതൊക്കെ എംപ്ലോയീസ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതൊക്കെ അവരെ പോസിറ്റീവായിട്ട് പറ്റും, കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു പ്രേരണ അവരിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ഗിവിങ് മോർ പവർ ആൻഡ് അതോറിറ്റി, കൂടുതൽ അധികാരം കൊടുക്കുക. അധികാരം ഇഷ്ടപ്പെടാത്ത ആരുണ്ട്, കൂടുതൽ പവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. സാധാരണ ഒരു ഓർഗനൈസേഷനിൽ തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പിലാക്കുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവിടെ ആ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്നതിൽ വർക്കേഴ്സിനെ കൂടി തീരുമാനം എടുക്കുന്ന പ്രക്രിയയിൽ ഉൾക്കൊള്ളിക്കുക. എന്നുവെച്ചാൽ മാനേജേഴ്സിനെ തീരുമാനം എടുക്കുന്ന പ്രക്രിയയിൽ ഈ വർക്കേഴ്സിനെ കൂടെ ക്ഷണിക്കുക, അവരെ അതിൽ പങ്കെടുപ്പിക്കുക. അവരെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ അതുതന്നെ മാനേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ഭയങ്കര ത്രിൽഡാവും. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാൻ നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്, അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ടല്ലേ മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനത്തിൽ നമ്മളെ കൂടി ഉൾക്കൊള്ളിക്കുന്ന എന്നൊരു ചിന്തയൊക്കെ വർക്കേഴ്സിൻ്റെ മനസ്സിലുണ്ടാവും. അതൊക്കെ അവരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പോസിറ്റീവ് മോട്ടിവേഷൻ്റെ രണ്ട് വഴികൾ, ഐദർ ഫിനാൻഷ്യൽ positive motivation or non-financial positive motivation. In financial motivation, motivation is done by offering rewards in the form of money. In the case of non-financial motivation, the motivation is given in non-monetary form or in the form of kind, like giving promotion, giving recognition, giving more power, giving participation in management, etc. Any positive motivation is liked by the workers. The rewards are ലൈക്ക്ഡ് ബൈ ദ വർക്കേഴ്സ്. ഈ റിവാർഡ്സ് പോസിറ്റീവായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അതവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും, അതവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. പിന്നെ ഇതിൽ പണമായിട്ട് കിട്ടുന്ന റിവാർഡ് അവരുടെ വരുമാനമൊക്കെ കൂടും. ദാറ്റ് വിൽ ഇൻക്രീസ് ദ പർച്ചേസിങ് പവർ ഓഫ് ദ പീപ്പിൾ, ദാറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ വർക്കേഴ്സ്. കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ ഏത് സാധനവും സേവനവും വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു പർച്ചേസിങ് പവർ, സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ശേഷി കൂടും. അപ്പോൾ ഗുണനിലവാരമുള്ള പോഷകമൂല്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും, അവരുടെ ഫാമിലിയുടെയും. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വിൽ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് പണമായിട്ടല്ലെങ്കിൽ കൂടി ദേ ആർ ലൈക്ക്ഡ് ബൈ ദ വർക്കേഴ്സ് ബിക്കോസ് ദാറ്റ് വിൽ പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദ വർക്കേഴ്സ് ഓർ ദാറ്റ് വിൽ ഫുൾഫിൽ ദെയർ ഈഗോ നീഡ്. പോസിറ്റീവ് മോട്ടിവേഷൻ ഉപയോഗിക്കുന്ന നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും വർക്കേഴ്സ് ഇഷ്ടപ്പെടുന്നു, കാരണം അത് അവരുടെ ഈഗോ നീഡ് ഫുൾഫിൽ ചെയ്യുന്നു. കാരണം കൂടുതൽ അംഗീകാരം കൊടുക്കുന്നു, കൂടുതൽ അധികാരം ഏൽപ്പിക്കുന്നു. അത് അവർ കഴിവുള്ളവരായതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഞാനെന്നൊരു ഭാവമുണ്ട്, എനിക്കെപ്പോഴും സുപ്പീരിയർ ആവാനായിരിക്കും ആഗ്രഹം. ആ ഞാനെന്ന ഭാവം വെച്ച് പുലർത്തുന്നതിനാണ് ഈഗോ നീഡെന്ന് പറയുക. അപ്പോൾ ആ ഒരു കൂടുതൽ അധികാരവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഉയർന്ന പൊസിഷനിലെത്തി, ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെ ഒരവസ്ഥയിലേക്ക് എത്തും. ആ ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്, അതായത് നോൺ ഫിനാൻഷ്യൽ വേയിലൂടെ ഒരാൾക്കാരെ അവരുടെ ഈഗോ നീഡ് ഫുൾഫിൽ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ മറ്റൊരു കാര്യമാണ് നെഗറ്റീവ് മോട്ടിവേഷൻ. ദാറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പോസിറ്റീവ് മോട്ടിവേഷൻ. അത് നേരെ ഓപ്പോസിറ്റാണ്, പോസിറ്റീവ് മോട്ടിവേഷൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവരെ വർക്കേഴ്സിനെ വർക്കിലേക്ക് നയിക്കുക. എന്ന് വെച്ചാൽ, അതായത് നെഗറ്റീവ് മോട്ടിവേഷൻ എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് ഫിയർ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ് എന്നാണ്. വർക്കേഴ്സിൻ്റെ മനസ്സിൽ ഒരു തരം ഭീതി ജനിപ്പിക്കുക, ഭയം ജനിപ്പിക്കുക, എന്നിട്ട് വർക്ക് ചെയ്യുക. എന്തായാലും ഇവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ വർക്ക് ചെയ്തേ പറ്റൂ.
മാന്യമായ രീതിയിൽ പറഞ്ഞ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷനും ശമ്പള വർധനവും ഒക്കെ കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. എന്നാൽ വർക്ക് ചെയ്യാൻ മടിക്കുന്ന അലസരായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റ് പക്കൽ അവരെ ഒന്ന് പേടിപ്പിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നു, നെഗറ്റീവ് മോട്ടിവേഷൻ എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് ഫിയർ ഇൻ ദ മൈൻഡ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വിത്ത് എ വ്യൂ ടു ഫോഴ്സ് ദം ടു ഡു എ പർട്ടിക്കുലർ വർക്ക് ഓർ വിത്ത് എ വ്യൂ ടു നോട്ട് വിത്ത് എ വ്യൂ ടു ഫോഴ്സ് ദം നോട്ട് ടു ഡു എ പർട്ടിക്കുലർ വർക്ക്. ഒരു വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അല്ലെ ചെയ്യരുതെന്ന് പ്രേരിപ്പിക്കുക. അതിന് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളെയാണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന്, ഇപ്പോൾ കൃത്യമായിട്ട് സമയത്ത് ജോലിക്ക് വരാത്തവർക്ക് ചിലപ്പോൾ വാണിംഗ് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫൈൻ ഈടാക്കും, അല്ലെങ്കിൽ അവരുടെ മേൽ പെനാൾട്ടി ചുമത്തും, അല്ലെങ്കിൽ ഷോ കോസ് നോട്ടീസ് കൊടുക്കും, കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ തരം താഴ്ത്തും. ഗുരുതരമായിട്ടുള്ള വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, വർക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുക. അതൊരു വാണിംഗ് ആണ്. മര്യാദയ്ക്ക് ജോലി ചെയ്തോ ഇല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഇനിയും വരും എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നെഗറ്റീവ് മോട്ടിവേഷൻ എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് ഫിയർ ഇൻ ദ മൈൻഡ് ഓഫ് ദ വർക്കേഴ്സ് വിത്ത് എ വ്യൂ ടു ഫോഴ്സ് ദം ടു ഡു എ പർട്ടിക്കുലർ വർക്ക് ഓർ വിത്ത് എ വ്യൂ ടു ഫോഴ്സ് ദം നോട്ട് ടു ഡു എ പർട്ടിക്കുലർ വർക്ക്. ഒരു വർക്ക് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പ്രേരിപ്പിക്കുക. അപ്പോൾ വൈകി വരിക, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനാണ് വാണിംഗ് കൊടുക്കുക, അല്ലെ ഫൈൻ ഈടാക്കുക. അപ്പോൾ എന്ത് ചെയ്യരുതെന്നാണ് അതിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് ജോലി ചെയ്തേ പറ്റൂ സമയത്ത് വന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫോഴ്സാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ്സിൽ വൈകി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് ക്ലാസ് ടീച്ചർ പറയും ഓഫീസിൽ പോയിട്ട് വാ, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിടാറുണ്ട്. അതിനാണ് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. നിങ്ങൾ സാധാരണ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ വരുമ്പോൾ സമയത്ത് ക്ലാസ്സിൽ വന്നാലേ കൃത്യമായിട്ട് പഠിക്കാനും നല്ല റിസൾട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ സാധാരണ മറ്റുള്ള കുട്ടികളെ പോലെ ആയിത്തീരണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കുട്ടികളുടെ മേൽ ചിലപ്പോൾ ഓഫീസിൽ വിളിക്കുമ്പോൾ പ്രിൻസിപ്പൽ പറയും നാളെ രക്ഷകനെ കൂട്ടിയിട്ട് വാ, അല്ലെ അവിടെ ഇരുന്നുകൊണ്ട് പ്രിൻസിപ്പൽ രക്ഷകനെ വിളിക്കും, എന്നിട്ട് വാണിംഗ് തരും, അല്ലെ ചിലപ്പോൾ ഫൈൻ ഈടാക്കും, അല്ലെ ചിലപ്പോൾ പിഴ ചുമത്തും, അല്ലെ ചിലപ്പോൾ ഇന്ന് ക്ലാസ്സിൽ കയറണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒരുതരം നെഗറ്റീവ് മോട്ടിവേഷനാണ്. ഇതൊക്കെ തന്നെ ഓർഗനൈസേഷനിലും ഉണ്ടാവും, മനസ്സിലായോ? അവിടെ ഒരുതരം ക്രിയേറ്റിംഗ് ഫിയർ ഇൻ ദ മൈൻഡ് ഓഫ് വർക്കേഴ്സ് ഫോർ നോട്ട് ഡൂയിങ് എ പർട്ടിക്കുലർ വർക്ക് ഓർ ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ വർക്ക് എന്നാണ് പറയാം. ബട്ട് വൺ തിങ്, നെഗറ്റീവ് മോട്ടിവേഷൻ ഈസ് നോട്ട് ലൈക്ക്ഡ് ബൈ ദ പീപ്പിൾ. നെഗറ്റീവ് മോട്ടിവേഷൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഓഫീസിലേക്കൊക്കെ വിടുമ്പോൾ നിങ്ങൾ മുഖം പൂരിപ്പിച്ചുകൊണ്ടോ പോകും, അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്താ അവിടെ ഒരു ഉദ്ദേശമുണ്ട്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെയാണ് സസ്പെൻഷനും വാണിംഗ് ഒക്കെ കൊടുക്കും, വർക്കേഴ്സ് ഇഷ്ടപ്പെടില്ല. പക്ഷേ ദർ ഈസ് നോ അതർ വേ, വേറെ വഴിയില്ല, അല്ലേ? ഓൺലി ത്രൂ ദാറ്റ് ദേ ക്യാൻ ബി ഫോഴ്സ്ഡ് ഓർ ദേ ക്യാൻ ബി മോട്ടിവേറ്റഡ് ടു ദ വർക്ക്. അതുകൊണ്ട് പറയുന്നു, ഈ നെഗറ്റീവ് മോട്ടിവേഷൻ വർക്കേഴ്സിൻ്റെ മനസ്സിൽ ഒരു തരം നിരാശ അല്ലെങ്കിൽ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷമല്ലാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് പറയുന്നു അത് അവരുടെ എഫിഷ്യൻസി കുറയ്ക്കും. അപ്പോൾ നെഗറ്റീവ് മോട്ടിവേഷൻ ഈസ് നോട്ട് ലൈക്ക്ഡ് ബൈ ദ പീപ്പിൾ. ഇറ്റ് മേ ക്രിയേറ്റ് ഫ്രസ്ട്രേഷൻ ഇൻ ദെയർ മൈൻഡ് ആൻഡ് ദാറ്റ് മേ റെഡ്യൂസ് ദെയർ എഫിഷ്യൻസി ആൻഡ് ദാറ്റ് മേ റെഡ്യൂസ് ദെയർ ഔട്ട്പുട്ട്. അതുകൊണ്ട് ഏത് മോട്ടിവേഷനാണ് നല്ലത്? പോസിറ്റീവ് മോട്ടിവേഷൻ ഈസ് ഗുഡ് ദാൻ ദ നെഗറ്റീവ് മോട്ടിവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ലാസ് ഇപ്പം നിർത്തുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറോളമായി. അപ്പോൾ ഇനി വരുന്ന പാഠഭാഗങ്ങൾ ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 ആ രീതിയിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.